അധികം താമസിയാതെ അജുവിന്റെ കാർ ആദിയുടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിലായി വന്നു നിന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടിരുന്നു ഗസ്റ്റ് ഹൗസിന് മുമ്പിലായി നിൽക്കുന്ന ആദിയുടെ ഗാർഡ്സിനെ. ഒറ്റ നോട്ടത്തിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഓരോരുത്തരുമെന്ന് മനസ്സിലാവും. പ്രൊഫഷണൽ ഷൂട്ടേഴ്സാണ് അവർ. ആദ്യം നടത്തുന്ന ട്രസ്റ്റിന്റെ കീഴിൽ ഓർഫനേജിൽ വളർന്ന ആൺകുട്ടികളാണ് അവരെല്ലാം. സ്വന്തം പടകളായി ആദ്യം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. വിദേശത്ത് നിന്ന് എത്തുന്ന ട്രെയിനേഴ്സിന്റെ കീഴിൽ പരിശീലനം നേടിയവർ. ഏത് തരത്തിലുള്ള ആയുധവും യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും. ആദ്യമൊക്കെ എന്തിനു വേണ്ടി ആദ്യം ആരുമില്ലാത്തവർ തന്നെ ഗാർഡ്സായി ചൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു. ഒരിക്കൽ അവനോട് തന്നെ അജു അതിനെ കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അന്നൊരു ചിരിയോട് അവൻ നൽകിയ മറുപടി, കാത്തിരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് ഓരോരുത്തർക്കും ജീവനിൽ ഭയം തോന്നുന്നത്, മരണത്തെ പേടിയോടെ നോക്കുന്നത്. അവർക്ക് നേരെ ഒരു ഭീഷണി വരുമ്പോഴാണ് ആരെയും ചതിക്കാൻ തോന്നുന്നത്. എനിക്കതിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അജു. എന്റെ ഗാർഡ്സിന്റെ പ്രയോറിറ്റി എപ്പോഴും ഞാൻ തന്നെ ആവണം. എനിക്ക് മുകളിലായി അവർക്കൊരു സെന്റിമെന്റ്സ് ഉണ്ടായാൽ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു എത്താൻ തോന്നും. ചിലപ്പോൾ നിവൃത്തികേട് കാരണമാവാം, പക്ഷേ എനിക്കതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. സോ ഇതല്ലേ നല്ലത്. വന്യമായ ചിരിയോടെ പറഞ്ഞു നിർത്തുന്നവനെ തെളിഞ്ഞൊരു ഭയത്തോടെയായിരുന്നു അജു എന്ന് നോക്കിക്കണ്ടത്. കൂടെ കളിച്ചു വളർന്നവന്റെ മറ്റൊരു മുഖം, ഒരു ചെകുത്താന്റെ മുഖം. അജുവിനെ കണ്ടതേ അവരെല്ലാം അവനെ നോക്കിക്കൊണ്ട് വഴിമാറിക്കൊടുത്തു. ടീം ലീഡറിന്റെ ഇൻഫോ ഉണ്ടായിരുന്നു അജു വരുമെന്നും ആ പെൺകുട്ടി അജു കൊണ്ടുചെന്ന് വിട്ടോളുമെന്നും. അവർക്കരിയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ യാതൊരു വികാരവുമില്ലാത്തവരുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിപ്പോയിരുന്ന അജു. അവരുടെ ഇമോഷൻസ് പോലും ആദിയുടെ കയ്യിലാണെന്ന് തോന്നിപ്പോയവന്. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് റൂമിലേക്ക് കടന്നവൻ. മുഷിഞ്ഞ വസ്ത്രവും അണിഞ്ഞ് മുന്നിലിരിക്കുന്ന മനുഷ്യനെ സംശയത്തോടെ നോക്കിയിരുന്നു പോയി ആയുഷ്. പ്രായം 60-ന് മുകളിലുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ ഫിറ്റായ ഒരു മനുഷ്യൻ. നരവീണ് തുടങ്ങിയ താടിയും മുടിയും. മീര പറഞ്ഞ പോലെ കാലിന് മുടന്നുള്ള മനുഷ്യൻ. മുടന്നല്ല, ഒരു കാല് നഷ്ടപ്പെട്ടതാണ്. കണ്ണിലും ചുണ്ടിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിരി, വന്യമായ പുഞ്ചിരി. ഒരു കുറ്റവാളിയുടേതെന്ന് പോലെ തോന്നിക്കുന്ന മുഖഭാവമാണ് അയാളുടേത്. കുറ്റബോധം ലവലേശമില്ലാത്തൊരു കുറ്റവാളി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആയുഷിന് മനസ്സിലായ കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇയാളാണോ ഇനി യഥാർത്ഥ കൊലയാളി? ആണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി, എന്ത് കാരണത്താൽ? അതുപോലെ ചന്ദ്രശേഖരനെ കൊന്ന ഇയാളാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് അന്ന് അയാൻഷ അങ്ങനെയൊക്കെ പറഞ്ഞത്? ചന്ദ്രശേഖരന്റെ കൊലയാളി താനാണെന്ന് ഒന്ന് പറഞ്ഞ നിമിഷം തന്നെ അയാൾ ഇന്റർഗേഷൻ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് ആയുഷ്. യാതൊരു കാരണത്താലും ഈ കാര്യം മീഡിയക്ക് മുമ്പിൽ ലീക്കാവരുന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നവൻ. ഇതേ സമയം തന്നെ പോലീസുകാരിൽ ഒരാൾ ആയുഷ് അറിയാതെ ഒരു നമ്പറിലേക്ക് വിവരം കൈമാറിക്കൊണ്ടൊരു മെസ്സേജ് കൂടി അയച്ചു. ബാൽക്കണിയിലായി റെയിലിംഗിൽ പിടിച്ച് ദൂരേക്ക് നോക്കി എന്തോ ചിന്തയിലായി നിൽക്കുകയാണ് ആദ്യം. ഷർട്ട്ലെസ് ആയി നിൽക്കുന്നവന്റെ ശരീരത്തിന്റെ ഉറച്ച പേശികൾ അവനിലെ പുരുഷന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പോലെ. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ആദിയുടെ ശ്രദ്ധ അതിലേക്കായി. സൂഫി കോളിംഗ്. ഒരൽപ്പനേരം അതിലേക്ക് നോക്കിന്നുകൊണ്ട് ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു. സർ, വാസുദേവയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതാ. അമ്മയുടെ സഹോദരന്റെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സർ, എനിക്ക് മനസ്സിലായിടത്തോളം എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മാഡത്തിന് പിന്നിൽ. ഇനിയും വെളിച്ചം കാണാത്ത എന്തൊക്കെയോ സത്യങ്ങൾ. എനിക്കതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഫാമിലിക്ക് മുഴുവൻ എന്ത് സംഭവിച്ചു എന്ന് അവർക്കും അത് ചെയ്തവർക്കും മാത്രമേ അറിയൂ. ഐ വിൽ കോൾ യു ലേറ്റർ. അത്രമാത്രം സൂഫിയോടായി പറഞ്ഞൊരു കോൾ അവസാനിപ്പിച്ചു ആദി. അവൾക്ക് മുന്നേ തന്നെ പൊതിയുന്ന ചന്ദനഗന്ധത്തിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ അവള് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടവൻ. കയ്യിലെ കോഫി തുളുമ്പിപ്പോവുമെന്ന് പ്രതീക്ഷിച്ചു ഭയന്ന് നിന്നവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കയ്യാൽ ആ കപ്പിനെയും പിടിച്ചിരുന്നു ആദി. മിഴികൾ ചിമ്മി തുറന്നുകൊണ്ട് അവനെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നുപോയി മീര. തീക്ഷ്ണമായവന്റെ നോട്ടം മുഴുവൻ പിടയുന്ന മിഴികളിലും വിറക്കുന്ന അധരങ്ങളിലുമാണ്. വെർ ഈസ് യുവർ ആംഗ്ലറ്റ്? പൊട്ടിപ്പോയി. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞത്? അത് പിന്നെ ആദ്യേട്ടൻ അല്ല, എന്റെ ഹസ്ബൻഡ്. ആദ്യം പറഞ്ഞ പിന്നെ എന്തോർത്ത് പോലെ തന്നെ വേഗം തിരുത്തി പറഞ്ഞു. ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി. നിനക്കെന്നെ പേടിയാണ് അപ്പു? പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ ഒരു മറുപടി പറയാനൊന്നും ആലോചിക്കുക പോലും വേണ്ടായിരുന്നു മീരയ്ക്ക്. Then why this hesitation? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് പറയാത്ത എന്താ? നിന്റെ ആവശ്യങ്ങൾ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കിഷ്ടം എന്റെ കിളിക്കുഞ്ഞ് എന്നോട് ഓരോന്ന് ആവശ്യപ്പെടുന്നതാണ്. നിനക്ക് വേണ്ടത് എന്താണെങ്കിലും അതെന്നോട് പറയണം അപ്പു. എന്നിലുമേറെ അവകാശമുള്ളവളാണ് നീ. എന്റെ ഭാര്യയാണ്, ആദിയുടെ ജീവനാണ്. ആദി ഓരോന്നായി പറയുമ്പോഴും ഒരു കുഞ്ഞിന്റെ കൗതുകത്തോടെ അവനെ നോക്കി നിൽപ്പാണ് പെണ്ണ്. ആദ്യമായാണ് ഇങ്ങനെയൊക്കെ അവൾ കേൾക്കുന്നതെന്ന് വ്യക്തമാണ്. ആരോടും ചോദ്യങ്ങൾ ചോദിച്ച് ശീലമില്ലാത്തവൾക്ക് ആവശ്യങ്ങൾ പറയാനും അറിയില്ല. തീർത്തും വിചിത്രമായൊരു ജീവിതമായിരുന്നു അവിടെയെന്ന് തോന്നിപ്പോയവന്. തടവിലിട്ട ഒരു കിളിക്കുഞ്ഞ്. താൻ തടവിലായിരുന്നു എന്ന് പോലും തിരിച്ചറിയാതെ പോയവൾ.
ഒരു നിമിഷം കൊണ്ട് അവളെ വാരി പുണർന്ന് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ. അവളെ ഇങ്ങനെ ആക്കിയവനോടുള്ള പക നിറഞ്ഞു പോയിരുന്നു ആദിയിൽ. അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇഞ്ചിഞ്ചായി കൊന്നുകളയാൻ തോന്നുന്ന വിധമുള്ളൊരു പക. ഇതേ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ കണ്ട കാഴ്ചയുടെ നടുക്കത്തിലായിരുന്നു മാധവൻ. താഴെ കാണിൽ കോൾ ചെയ്തെന്നയാൾ ആദിയുടെ ബാൽക്കണിയിൽ കാണുന്ന ദൃശ്യത്തിൽ പകപ്പോടെ നോക്കി നിന്നുപോയി. മീരയെ പുണർന്നു നിൽക്കുന്ന ആദി കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടതുപോലെ അയാളുടെ മിഴികൾ തുറിച്ചു വന്നു. അടുത്ത നിമിഷം ഞെട്ടിൽ ദേഷ്യത്തിനും പകയ്ക്കുമായി വഴിമാറി. എനിക്ക് സാറിനോട് തനിച്ച് സംസാരിക്കണം. പരിക്കൻ ശബ്ദത്തിൽ അയാൾ അത് ആവശ്യപ്പെടുമ്പോൾ ചുറ്റും നിൽക്കുന്ന പോലീസുകാരെ നോക്കി ആയുഷ്. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവിടെയുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. റെക്കോർഡിംഗ് ഒന്നും വേണ്ട സാറേ. എനിക്കിപ്പോ പറയാനുള്ള മറ്റാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോ റെക്കോർഡ് ചെയ്തേ മതിയാവുമെന്നാണെങ്കിൽ സാറ് ചെയ്തോ. നമ്മളല്ലാതെ മറ്റൊരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അതൊരു ചെകുത്താനായിരിക്കും. അയാൾ പറഞ്ഞു നിർത്തിയതും ഒന്നും മനസ്സിലാവാത്ത പോലെ ആയുഷ് അവൻ ഉറ്റുനോക്കി. എനിക്ക് സംസാരിക്കാനുള്ളത് ആദിത്യവർമ്മയോടാ, സാറിന്റെ ബ്രദർ AD ഗ്രൂപ്പിന്റെ അധിപനോട്. ഏട്ടൻ? ഏട്ടൻ എങ്ങനെ? ഏയ്, ആവശ്യം നിങ്ങളുടെ അല്ലേ. സോ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. അവന് മുന്നിലാവാം എന്റെ കോൺഫെഷൻ. അവൻ കാത്തുരക്ഷിക്കുന്ന മാലാഖയുടെ ജീവിതമല്ലേ അവൻ അറിയേണ്ടത്. നേരത്തെ ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു ആയുഷ്. സാധാരണ മുന്നിലെത്തുന്ന പ്രതികളോട് പോലെ ഇയാളോട് ഇടപെടാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനൊക്കെ പിന്നിലുള്ളവർ തന്നെയാണ്. അവരോട് തോന്നുന്ന ഭയങ്കര എന്ന ബഹുമാനം. അതേ നിമിഷം ആദ്യം എങ്ങനെ ഇവിടെ കൊണ്ടുവരുമെന്ന ചിന്തയിലായിരുന്നു ആയുഷ്. എനിക്ക് മനസ്സിലാവും സാർ എന്താണ് ഇപ്പൊ ആലോചിക്കുന്നതെന്ന്. ആദിത്യവർമ്മയെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് ഇത്രയും പറഞ്ഞാൽ മതി. ചന്ദ്രശേഖരന്റെ കൊലയാളിക്ക് ഈ ചെകുത്താനെ ഒന്ന് കാണണമെന്ന്. അവനിവിടെ വരും, ഉറപ്പായും വരും. അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുകളട ചെയറിലേക്ക് ചാരിയിരുന്നു. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് ഫോൺ എടുത്ത് ആദിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തവൻ. അപ്പോഴും സംശയങ്ങൾ ഏറെയായിരുന്നു ആയുഷിൽ, ചോദ്യങ്ങളും. ഈ കാലിലെപ്പോഴും പാദസരം വേണം. എന്റെ കിളിക്കുഞ്ഞരികിലേക്ക് വരുമ്പോഴൊക്കെ എനിക്കറിയണം. പെണ്ണ് വീണ്ടും മൂളിയതും ആദ്യ ഒരു ചിരിയോട് അവിടെ നെറുകയിൽ മുത്തി വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം കൂടി അങ്ങനെ നിന്നതിന് ശേഷമാണ് ആദ്യം അവളെ വിട്ടത്.